ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലൻജോ ജോഷി. കൂട്ടുകാർക്ക് അലൻജോ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടു ഹിസ്റ്ററി അധ്യായം 1 ക്യാപ്സ്യൂൾ നോട്ടുമായാണ്. അധ്യായം 1: ഇഷ്ടികകൾ, കൽമണികൾ, അസ്ഥികൾ. ഹരപ്പൻ സംസ്കാരം. BCE 2600-നും 1900-നും മധ്യേ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. 1921-ൽ ഹരപ്പയിലാണ് ഈ സംസ്കാരം ആദ്യമായി കണ്ടെത്തിയത്. ഈ സംസ്കാരത്തിന്റെ മാതൃകാ സ്ഥാനം ഹരപ്പയായതിനാൽ ഹരപ്പൻ സംസ്കാരം എന്നറിയപ്പെട്ടു. സിന്ധു നദീതട പ്രദേശങ്ങളിൽ ഈ സംസ്കാരം വ്യാപിച്ചു കിടന്നതിനാൽ സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. ഹരപ്പൻ സംസ്കാരം വിവിധ ഘട്ടങ്ങൾ. ആദ്യകാല ഹരപ്പൻ സംസ്കാരം BCE 2600 മുന്നേ. വികസിത ഹരപ്പൻ സംസ്കാരം BCE 2600-1900. പിൽക്കാല ഹരപ്പൻ സംസ്കാരം BCE 1900-ന് ശേഷം. ആദ്യകാല ഹരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ: ഒരു ഗ്രാമീണ സംസ്കാരമായിരുന്നു. ധാരാളം ഗ്രാമങ്ങൾ നിലനിന്നിരുന്നു. വ്യത്യസ്തമായ ഒരു മൺപാത്ര നിർമ്മാണ ശൈലി നിലനിന്നിരുന്നു. അധിവാസ കേന്ദ്രങ്ങൾ വലിപ്പം കുറഞ്ഞവയായിരുന്നു. വികസിത ഹരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ: വൻ നഗരങ്ങളുടെ ആവിർഭാവം, നഗരാസൂത്രണം, ഇഷ്ടികകളുടെ ഏകീകൃത ശൈലി, അളവുകളും തൂക്കങ്ങളും, മുദ്രകൾ, കൽമണികൾ, മൺപാത്രങ്ങൾ, ദീർഘദൂര വ്യാപാരം. പിൽക്കാല ഹരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ: നഗരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. മൺപാത്ര നിർമ്മാണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ. പ്രാദേശിക സംസ്കാരങ്ങളുടെ ആവിർഭാവം. പിൽക്കാല ഹരപ്പൻ കാലഘട്ടത്തിലെ സൈറ്റുകൾ: ബലൂചിസ്ഥാനിലെ പിറ, മഹാരാഷ്ട്രയിലെ ദൈമാബാദ്, കോളിസ്ഥാനിലെ കട്വാല. ദൂരദേശ വ്യാപാരത്തിന്റെ തകർച്ച. ഹരപ്പൻ സംസ്കാരം. പ്രധാന സൈറ്റുകൾ: ഹരപ്പ, മൊഹൻജദാരോ, കാളിബംഗൻ, ബനവാലി, ലോഥാൽ, ചാൻഹദാരോ, രാഗിഗഞ്ച്, ബലാകോട്ട്, രൂപാർ, രംഗ്പൂർ, നാഗേശ്വർ, ഷോട്ടുഗൈ. മോഹൻജോദാരോ. 1922-ൽ RD ബാനർജിയാണ് മോഹൻജോദാരോ കണ്ടെടുത്തത്. പാകിസ്ഥാനിലെ സിന്ധിൽ ലാർക്കാന ജില്ലയിലാണ് മോഹൻജോദാരോ. മോഹൻജോദാരോ എന്ന വാക്കിന്റെ അർത്ഥം മരിച്ചവരുടെ കുളങ്ങൾ എന്നാണ്. മോഹൻജോദാരോ 2 ഭാഗങ്ങളാക്കി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. 1 കോട്ട, 2 കീഴ്പട്ടണം. മോഹൻജോദാരോയിലെ നഗരാസൂത്രണം. സവിശേഷതകൾ: കോട്ട. മനുഷ്യനിർമ്മിതമായ ഒരു പ്ലാറ്റ്ഫോം അഥവാ വേദിയാണ് കോട്ട. നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച പ്ലാറ്റ്ഫോമിന് ചുറ്റുമതിലുണ്ടായിരുന്നു. നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. വലിയ കെട്ടിടങ്ങൾ കോട്ടയിലുണ്ട്. ഉദാഹരണം ധാനുപുര മഹാസ്നാനഘട്ടം. ഭരണവർഗം ഇവിടെ താമസിച്ചിരുന്നെന്ന് കരുതപ്പെടുന്നു. കീഴ്പട്ടണം. നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഒരധിവാസ മേഖലയാണ് പട്ടണം. ഗ്രിഡ് വ്യവസ്ഥയനുസരിച്ചാണ് വീടുകളുടെ നിർമ്മാണം. റോഡുകളുടെ ശൃംഖല ഉണ്ടായിരുന്നു. ഇഷ്ടികകൾ കൊണ്ടാണ് വീടുകൾ നിർമ്മിച്ചത്. തുറന്ന നടുമുറ്റം എല്ലാ വീടുകൾക്കും ഉണ്ടായിരുന്നു. വീടുകൾക്ക് കിണറുകളും കുളിമുറികളും ഉണ്ടായിരുന്നു. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് വീടുകൾ നിർമ്മിച്ചത്. വീടുകൾക്ക് അഴുപ്പിച്ച സമുദായം ഉണ്ടായിരുന്നു. ഗോവണിപ്പടികളോട് കൂടിയ 7 നില മാളികകളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രേറ്റ് ബാത്ത്, വലിയ സ്നാനഘട്ടം. മൊഹൻജോദാരോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടമാണിത്. ദീർഘചതുരക ആകൃതിയിലുള്ള സ്നാനഘട്ടമാണിത്. ഈ സ്നാനഘട്ടത്തിന്റെ മധ്യഭാഗത്ത് 11.7 മീറ്റർ നീളവും 6.9 മീറ്റർ വീതിയും 2.4 മീറ്റർ ആഴവുമുള്ള കുളമുണ്ട്. കുളത്തിന്റെ 3 വശങ്ങളിലും മുറികളുണ്ട്. കുളത്തിലിറങ്ങാൻ തെക്കും വടക്കും ഭാഗങ്ങളിൽ പടവുകളുണ്ട്. അനുഷ്ഠാനപരമായ സ്നാനത്തിനായി സ്നാനഘട്ടം ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഹരപ്പൻ ജനതയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്
ഉദാഹരണമാണ് സ്നാനഘട്ടം. ധാന്യപ്പുര ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് വെക്കാനും വിതരണം ചെയ്യുന്നതിനും ആയിരുന്നു ധാന്യപ്പുരകൾ നിർമ്മിച്ചത്. മൊഹൻജോദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടമാണിത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച 27 ബ്ലോക്കുകളായി ധാന്യപ്പുരയെ വേർതിരിച്ചിരുന്നു. ധാന്യപ്പുരയുടെ മുകൾ ഭാഗം തടി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അഴുക്കുചാൽ സമ്പ്രദായം. നഗരത്തിന് പൊതുവായ ഒരു അഴുക്കുചാൽ സമ്പ്രദായമുണ്ട്. വീടുകളെ തെരുവിലെ ഓവുചാലുകളുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇഷ്ടികകൾ, കൽപ്പാളികൾ, ചുണ്ണാമ്പ് ശിലകൾ എന്നിവ ഓടകൾ മൂടാൻ ഉപയോഗിച്ചിരുന്നു. മലിനജലം വാർന്നു വീഴാനുള്ള സ്റ്റോക്ക് പിറ്റുകൾ ഉണ്ടായിരുന്നു. ഓടയിലെ തടസ്സങ്ങൾ നീക്കാൻ മാൻഹോൾ ഉണ്ടായിരുന്നു. ഹരപ്പൻ ജനതയുടെ ശുചിത്വ ജീവിതത്തിന്റെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും ഉദാഹരണമാണ് അഴുക്കുചാൽ സമുദായം. താങ്ക് യു.